നമസ്കാരം. എല്ലാരെയും കരയിപ്പിച്ച സായി. സത്യം പറഞ്ഞാൽ സായിയുടെ ഒരു ഡോഗ് അൻസു അങ്ങനെ എന്താണ് പേര് മരിച്ചു പോയി. നമ്മൾ മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു. അത് സ്നേഹമൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ വന്നായിരുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതിന് ശേഷമാണ് വേണ്ട അറിയിക്കേണ്ട, മെന്റലി ഡൗൺ ആവും എന്നൊക്കെ പറഞ്ഞാണ് അവർ അറിയിക്കാതിരുന്നത്. ഇപ്പോൾ സ്നേഹം വന്നപ്പോ സായിക്ക് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി സായിയുടെ മനസ്സിൽ ഈ പട്ടികളെ കുറിച്ച് ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു ചിന്ത വന്നു. സായി കുറേ പ്രാവശ്യം സ്നേഹയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, അവന് സുഖമാണോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സ്നേഹ പറയട്ടെ, അവനൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് സായി ഒരു തരത്തിൽ വിടത്തില്ല. നീ പറയാമെന്ന് അവസാനം സ്നേഹയ്ക്ക് പറയേണ്ടതായിട്ട് വന്നു. അതായത് ഡോഗ് മരിച്ചുപോയി എന്ന് പറയേണ്ടതായിട്ട് വന്നു. അവിടെ നിന്ന് പൊട്ടി തകരുന്ന ഒരു സായിയാണ്. കാരണം അവർക്ക് മക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളെ പോലെയാണ് അവൻ ആ ഡോഗുകൾ, ഏതാണ്ട് 14ഓളം ഡോഗ്സ് അവന്റെ വീട്ടിലുണ്ട്. അതിനൊക്കെ അവൻ വളർത്തുന്നത്. അപ്പോൾ ആ ഒരു പട്ടി മരിച്ചപ്പോഴുണ്ടായ ആ ഒരു ദുഃഖം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു സങ്കടം തോന്നും അല്ലേ. എനിക്ക് നല്ല സങ്കടം തോന്നി. കാരണം അവൻ ആ കരയുന്നത്, സ്വന്തം മോൻ മരിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളെ മരിച്ചതുപോലെ ഇതുവരെയും സായി അവിടെ വന്നതിന് ശേഷം നമ്മളൊരു കരയുന്നത് ഇത്രയും ഇമോഷണൽ ആവുന്ന ഒരു സീനും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് പറയുന്ന സ്നേഹ പോലും പിന്നീട് തകർന്നിരിക്കുകയാണ്. അവിടെ ഈ സ്നേഹ പറഞ്ഞതിന് ശേഷം എനിക്ക് ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിനേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ബാത്റൂമിനകത്ത് കയറി പൊട്ടിക്കരയുന്ന സായിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് ഒരു വേദന തോന്നും നമുക്ക്. ഞാൻ നമ്മളെങ്കിലും പട്ടിയുള്ളതാണ് വളർത്തുമ്പോൾ അത് മരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് ഈ പട്ടികളൊക്കെ എന്ന് പറയാൻ നമ്മളായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒരു അംഗം പോലെയാണ് അത് പെട്ടെന്ന് ഇങ്ങനെ വിട്ടിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഒരു സങ്കടം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. സായിയുടെ പ്രത്യേക മറ്റൊരു സായിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് മുമ്പ് സായിയൊക്കെ പറഞ്ഞു, ഞാൻ സീക്രട്ട് ഏജന്റ് ഒന്നുമല്ല, എനിക്കിനി കപ്പൊന്നും വേണ്ട, എനിക്ക് ഏറ്റവും വലിയ കപ്പ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഞാൻ തന്നെയാണ് എനിക്ക് ഇപ്പൊ എനിക്ക് കിട്ടിയ നിനക്ക് ഞാൻ തരുന്നത് എന്നെ ഞാൻ തിരിച്ചു തരികയാണ്, അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കപ്പ് എന്ന് വെച്ചാൽ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു, അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ശരിയായിരിക്കാം സായി പറയുന്നതൊക്കെ. ചിലപ്പോൾ അവനൊരു വെളിപാടുണ്ടായി കാണാം. ഞാൻ ഈ കാണിച്ച അഹങ്കാരങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവ് അവൻ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു ഇൻസിഡന്റ് പിന്നീട് എല്ലാവരുടെയും മനസ്സലിയിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഇത്ര നാളും കാണാത്ത മറ്റൊരു സായിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നല്ലൊരു മനുഷ്യനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം ഡോഗിന് വേണ്ടി പോലും ഇത്രയും പിന്നെ സ്നേഹിക്കുക, ഇത്രയും പിന്നെ കരയുന്ന, ഇത്രയും എന്തുമാത്രം കെയർ ആണ് സായി ആ ഡോഗിന് കൊടുത്തിരുന്നത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. സായി എന്ന മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം.